അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പട്ടിയുണ്ട്, കമ്പനിക്ക് പട്ടിയുണ്ട്, കണ്ടോന്നറിയില്ല. വലിയ അതിൽ വീഡിയോ ഒക്കെ എടുത്ത്, പക്ഷെ അത് അവനായിരുന്നില്ല. ഇതിലും വലിയ നാണക്കേടിന് വേറെ ഒന്നുമില്ല. സേ ഹായ്, സേ ഹായ് ടു മൈ വ്ലോഗ്. ഇതിലും വലിയ നാണക്കേടിന് വേറെ ഒന്നുമില്ലെന്ന് തോന്നണം. ആപ്പിൾ സൈഡ് വിനേഗർ അതാരും നോക്കും? അന്നെ തന്നെ ഒരാൾ നോക്കാം, ഞാൻ നോക്കണല്ലേ. അതിനത് ഹണിമൂണെന്ന് ആരാ പറഞ്ഞു? ഉണ്ട്, ബട്ട് സ്റ്റിൽ. ഇന്ന് ഡേ 3 ആണ്. ഞങ്ങള് കസോൾ പോവാണ്. ഓൺ ദ വേ ടു കസോൾ വിൽ ബി ഗോയിങ് ഫോർ ഷോപ്പിംഗ്. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു പട്ടിയുണ്ട്, കമ്പനിക്ക് പട്ടിയുണ്ട്, കണ്ടോന്നറിയില്ല. ഭയങ്കര ക്ലോസ് ആയി. വെൽക്കം ടു മൈ വ്ലോഗ്. വയറ് കളയുന്നുണ്ടോ? എനിക്ക് കളയുന്നുണ്ട്. നമ്മൾ പാരഗ്ലൈഡിങ് ചെയ്യാൻ പോവാണ്. എനിക്ക് ലൈറ്റായിട്ട് ബാത്റൂം പോകുന്ന പോലെ ഉണ്ട്. പിന്നത്തെ മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇത്ര ദൂരം വന്നിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കണ്ടല്ലോ, അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. ഇത് താഴെ ഏതായിരുന്നു സ്ഥലം പറഞ്ഞേ? താഴത്തെ സ്ഥലമാ? റിവർ പക്കം സ്ഥലമൊന്നും പറഞ്ഞില്ലേ? ഇതിൽ ആക്ച്വലി മേലെ നമ്മൾ ഹില്ലിന്റെ മേലെ ടോപ്പ് പോയിന്റിൽ പോണം. അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. സോ അങ്ങോട്ട് 4x4 വണ്ടി മാത്രമേ പോകുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു വണ്ടിയിൽ കയറി മേലെ അവന്റെ പാട്ട് വിട്ടു. ഇനി അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളോടല്ല. ഇവിടെയാണോ അവിടെയാണോ? ഇവിടെയാണ്. അങ്ങ് പോണോ? എന്നാ பண்ண വേണ്ടിയത്?
Yeah, don't worry, yeah. We will fly together. ആരോ വിളിക്കണ്ടല്ലോ നേരം കേട്ട നേരത്തെ. Nothing cut me with that. അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് നടന്നു പോണതേ വലിയ അഡ്വഞ്ചർ. ഇതിൽ പറന്നു വേറെ പോണം ഭഗവാൻ. Okay, come. Hand down. Hand down, okay? ഓക്കെ. Okay? Yeah, yeah. 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 What's your name? Ravina. Praveen. Yeah. Yours? Pankaj. You fly a lot, so how do you feel for you? Nothing special? आपको डेली करना है ना इसलिए थक चुका है. केरला. हाँ. ठीक है. लैंडिंग पे है ना. David. Normally. ये है मेरा एडवेंचर. ഓരോ സ്ഥലത്തേക്ക് തിരിയുമ്പോഴും എന്റെ കയ്യിൽ നിന്ന് കുറെ പോകുന്നുണ്ട്. കഴിഞ്ഞ നേരം ബാത്റൂം കൊണ്ടിരുന്ന തോന്നണേ. കുഴപ്പമില്ല. താഴെ എത്തുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും.
ഗ്രൗണ്ട് എത്താറായി. അതാണ് ഗ്രൗണ്ട് ലാൻഡിങ്. നമ്മൾ താഴെത്തി. അവൻ മേലെയാണ്, അവൻ്റെ ഇറങ്ങാൻ പോകുന്നു. ഹാ ठीक है. അവൻ എന്തൊക്കെയാ അഡ്വഞ്ചറൊക്കെ ചെയ്തിട്ടാ വരണേന്ന് തോന്നുന്നു. അമ്മേ, കാണുമ്പോ തന്നെ തല കറങ്ങുന്നുണ്ട്. അവന് ഇരിക്കണമായിരുന്നു. ആക്ച്വലി ഞാൻ ഇത്ര നേരം എടുത്തത് വേറെ ആരോ ആയിരുന്നു. അത് നമ്മുടെ പീസ് അല്ലായിരുന്നു. അത് താഴെ ഇറങ്ങിയതിന് ശേഷമാണ് കണ്ടേ. നമ്മുടെ ആള് വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ വലിയ കാലത്തിൽ വീഡിയോ ഒക്കെ എടുത്ത്, പക്ഷെ അത് അവനായിരുന്നില്ല. ഈവൻ ബ്ലൂ ജീൻസ്, യാ അതാണ്, ആ വരുന്ന പീസാണ് നമ്മുടെ. ഈ ചെങ്ങായി ഇവിടെ കറക്റ്റ് ആയിട്ട് ഇറങ്ങി. അവൻ ഇവിടെ ഇറക്കിയതാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു, ബട്ട് അവനെ അവിടെയാണ് ഇറക്കുന്നത്. സോ സാഡ്. നമ്മുടെ പീസ് ലാൻഡായോണ്ടാ വീണു. അയ്യോ, ഇത് നമ്മുടെ പീസ് തന്നെയല്ലേ? അതെ ആണെന്നാ തോന്നണേ. എല്ലാരും കണ്ട ഒരേപോലെ ഉണ്ടല്ലോ ഭഗവാനെ. അയ്യോ, ഇതും നമ്മുടെ പീസല്ല. അതേ പോണ് നമ്മുടെ പീസ്. ഞാൻ ഏത് ഭാഗത്താണോ നിൽക്കണേ അതിന്റെ ഓപ്പോസിറ്റിലാണ് ഇവര് പോയി ഇറങ്ങുന്നത്. എന്ത് കഷ്ടാ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആള് മാറിപ്പോയെ. ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എല്ലാവരുടെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. ഓ മാൻ, കറക്റ്റ് ആളുടെ ലാൻഡിങ് ഞാൻ മിസ് ചെയ്ത്. പക്ഷെ എന്ത് കഷ്ടോ. ഇതിലും വലിയ നാണക്കേടിന് വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ 2 പേരുടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തു, ഓക്കെ, പക്ഷെ ഇത് 2 അവനല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓൾറെഡി കിളി പോയ അവസ്ഥയിൽ അന്ന് കയറുമ്പോണ്ടാന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ഇതിനകത്ത് കയറി ഉള്ള കിളി മൊത്തം അങ്ങ് പോയി കിട്ടി. ഇനി ഇവൻ കറക്റ്റായിട്ട് വന്നാൽ പോലും എനിക്ക് മനസ്സിലാവില്ല തോന്നുന്നു. ഇതിലിനി ഏതാന്നാവും. 2 പേരിലെ ലാൻഡിങ് ഞാൻ ഒരു ആവശ്യമില്ല അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റ് ഇവൻ ഇറങ്ങുന്ന സമയത്ത് ഐ തിങ്ക് അതിൻ്റെ ലാൻഡിങ് ഞാൻ മിസ് ചെയ്യും. അതപ്പോൾ ഉണ്ടാവാൻ പോണേ എനിക്കറിഞ്ഞിട്ട്. ഒരു വൈറ്റ് ഷൂ ഉണ്ട്. ഐ തിങ്ക് അവിടെ അവനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നണത് കുറച്ച് സമയം ആവുമായിരിക്കും എന്നാണ്. കാരണം കുറേ ഇത് വേറെ ഏതൊക്കെയോ സൈഡിൽ നിന്നും വരുന്നുണ്ട് പാരലലി. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിൽ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേ ബി ഇവിടുന്ന് മറ്റേ പാരച്യൂട്ട് മേലെ പോയിട്ടായിരിക്കും അവൻ പിന്നെ വരുന്നുണ്ടാവുക. നോട്ട് ഷുവർ. പറക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ലല്ലോ ഭഗവാനെ ഇതിലേതാ എന്താന്ന്. ഇനി വരട്ടെ, വരുമ്പോൾ നോക്കാം. ബാക്കി അവൻ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓവറോൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
നമുക്ക് ഈ ഇതുണ്ടാവുമല്ലോ, ലിഫ്റ്റൊക്കെ കയറുമ്പോൾ വയറിൻ്റെ ഉള്ളിലൊരു കാളലുണ്ടാവില്ലേ, അതുപോലെയാണ് അത്. ഞാൻ വന്നത് നോർമലാണ്. ഇതിനകത്ത് ആക്ച്വലി കുറേ അഡ്വഞ്ചറൊക്കെ അവർ ചെയ്യിക്കും. അതായത് ഇങ്ങനെ സൈഡിലോട്ട് കറക്കലും തിരിക്കലും പരിപാടികളൊക്കെ. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ നോർമലായിട്ടുള്ളത് മാത്രം മതി എന്നാണ് പറഞ്ഞേ. അതിൽ തന്നെ എനിക്ക് അയ്യോ കിളിപോയ അവസ്ഥയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് അഡ്വഞ്ചറും കൂടെ ആയിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കണത്. ബട്ട് വാട്ട് എവർ, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര ഡൗട്ടിലായിരുന്നു ചെയ്യണോ വേണ്ടയോ എന്ന്. ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഐ മീൻ നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണല്ലോ. കുറച്ച് വെയിലുണ്ടായിരുന്നു, ഈവനിങ് ചെയ്യാമെന്നുള്ള പ്ലാൻ ആയിരുന്നു. ബട്ട് ഫൈൻ, ഐ തിങ്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിന് കോസ്റ്റ് വന്നത് ഐ തിങ്ക് പെർ ഹെഡ് ഞങ്ങൾക്ക് 3,000 ആയി, ഇൻക്ലൂഡിങ് അവരവിടുന്ന് ഒരു ഷട്ടിൽ, ഓഫ് റോഡിലൊരു ഷട്ടിൽ ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്തിട്ട് പ്ലസ് ഈ ലാൻഡിങ്ങിൽ നിന്ന് നമ്മുടെ വണ്ടി കാറിൻ്റെ അങ്ങോട്ട് പോകുന്നതും കൂടെ ചേർത്ത് അറൗണ്ട് 3,000 പെർ ഹെഡ് വന്നിട്ടുണ്ട്. 3,500 അവർ പറഞ്ഞു. പിന്നെ അതിൽ തന്നെ ഒരു 500 കുറച്ചിട്ട് പെർ ഹെഡ് 3,000, ടോട്ടൽ 6,000 പേ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും വരാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ you can try paragliding. It's a very wonderful experience. കുറച്ചൊക്കെ ബാത്റൂം പോകാനൊക്കെ തോന്നും, രണ്ടും ഒരുമിച്ചൊക്കെ വരും, 1ഉം 2ഉം ഒക്കെ. ബട്ട് ഫൈൻ, എന്നാലും കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫോട്ടോസ് ആക്ച്വലി DSLR വലിയ താഴ്ന്ന തന്നെ എടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ അത് പേ ചെയ്ത് നമുക്ക് മേടിക്കാം. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ കാണിച്ചു തന്നു കുറച്ച് ഫോട്ടോസ്, അത്യാവശ്യം നൈസായിരുന്നു. അങ്ങനത്തെ ഫോട്ടോസ് എന്തായാലും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് 300 rupees എങ്ങാണ്ടാ പറയുക. ഐ തിങ്ക് ഒരു 10 to 15 ഫോട്ടോസ് വരും, വിച്ച് ഇസ് ഗുഡ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് നമ്മുടെ പീസാണെന്ന് തോന്നുന്നു. യെസ്, ഹീസ് ഹിയർ. ഇവനല്ലേ, ഇവനല്ലേ, അവനും അല്ല. ഞാനിത് ചമ്മാൻ വേണ്ടി നടക്കുന്ന പോലെ ഉണ്ടല്ലോ ഭഗവാനെ. അവനൊഴികെ ബാക്കി എല്ലാവരെയും ഞാൻ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഇതിലും വലിയ നാണക്കേട് ഇനി വേറൊന്നും ഇല്ലെന്ന് തോന്നണം. ബട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രൈ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഇതും ട്രൈ ചെയ്തു. ഐ തിങ്ക് ഇന്നലെ ഞങ്ങൾ ഒരു സിപ്പ് ലൈനും പോയായിരുന്നു. സിപ്പ് ലൈൻ ഞങ്ങൾ വയനാട് ട്രൈ ആക്കിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു 3 പേര് ഇരുന്നിട്ട്, അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിപ്പ് ലൈൻ, ഇരുന്നിട്ട് പോകാൻ പറ്റുന്ന പോലെ ഒന്നായിരുന്നു. ബട്ട് ഞങ്ങൾ ഇന്നലെ നോർമൽ സിപ്പ് ലൈൻ, അതും അവിടെ ആ ഏരിയ ആക്ച്വലി അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് എ വർത്ത് എക്സ്പീരിയൻസ്. സോ ഞങ്ങൾ 2 ഇൻവെസ്റ്റ് ചെയ്തത് നൈസാണ്. ഇപ്രാവശ്യം പിന്നെ കോസ്റ്റ് ഒരുപാട് നോക്കിയില്ല, കാരണം നമുക്ക് എപ്പോഴും ഈ ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടെ കണ്ണട വെക്കാതെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കാരണം കണ്ണിലോട്ടാണ് വെയിലടിക്കുക. സോ അതൊക്കെയാണ്. ഇനിയിപ്പോൾ അവൻ വരണവരെ വെയിറ്റ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇതിൽ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല, വരുന്നതൊക്കെ ഒരേപോലെയുണ്ട്. I'll update you the rest after coming back. So yeah, overall the experience was good for me. ഇനി അവനും കൂടെ വന്നിട്ട് ചോദിക്കാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അമ്മേ, സൂര്യനോട്ട് നോക്കാൻ പറ്റണ കുറേ ഇത് കാണാൻ പറ്റും. കണ്ടോ, ഒരുപാട് സ്ഥലത്തു നിന്ന് കുറേ എണ്ണ അവിടെയൊക്കെ നിറയെ വരുന്നുണ്ട്. നമ്മുടെ പീസ് ഇതിൽ ഏതാന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എത്ര സമയം ലേറ്റായി തുടങ്ങി. Sticks.
ചായ സ്റ്റോപ്പ്. ഒരു ഓഫ് റോഡും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി. എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി അൾട്രാവൈറ്റിലിടും, എന്നിട്ട് അതിനകത്ത് 2x ഇട്ടിട്ടുണ്ടാവും, എന്നിട്ട് അത് മാറ്റാൻ മറക്കും. അതുതന്നെയാണ് ഇപ്പോൾ എവിടെയും നടന്നത്. വരുമ്പോൾ കുറച്ച് ഷോർട്ട് എടുത്തു, പക്ഷെ അതൊക്കെ 2xലായി പോയി. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കണം എന്താ അവസ്ഥ എന്ന്. അയ്യോ, ഫുൾ ഓഫ് റോഡിങ്ങും അഡ്വെഞ്ചറും. ഇത് ഹണിമൂൺ അല്ല. ദിസ് ഈസ് നോട്ട് ദ ഹണിമൂൺ ഐ എക്സ്പെക്റ്റഡ്. ഹൈ, സേ ഹായ് ടു മൈ വ്ളോഗ്. സേ ഹായ്. ആ ഹായ് പറയാതെ അവിടെ കുത്തിയിരുന്നു ഗൈസ്. സോയ, നിന്റെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം? കൊള്ളാം. ഞാൻ 3 പ്രാവശ്യം 3 ആൾക്കാരുടെ അടുത്ത് ഓടിപ്പോയി അറിയോ നീയാന്ന് വെച്ചിട്ട്. നാണം കെട്ട് ആ വെയിലത്ത് നിന്നിട്ട്. അത് കുറച്ച് ലേറ്റായി, പൈലറ്റ് വരാൻ ലേറ്റായി. അവൻ്റെ പൈലറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അറിയാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് അവരുടെയൊക്കെ ലാൻഡിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാശ് കേൾക്കാൻ തന്നെ. ആ സത്യം, ഇവര് എടുത്ത ഫോട്ടോസൊന്നും വലിയ ഗുണമില്ല കേട്ടോ. പക്ഷെ അതിന് 300 രൂപ മേടിച്ചു. എനിക്ക് 14 ഫോട്ടോ കിട്ടുള്ളൂ, ഇവന് 25 ഫോട്ടോ കിട്ടി. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പിന്നെ കാശെങ്കിൽ കാശ് കൊടുത്തിട്ട് അങ്ങ് എടുക്കാന്നങ്ങ് വിചാരിച്ച് കൊടുത്ത്. ആ കൊടുത്തു ചെങ്ങായി പോയി. ഈ ഒരാളെ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളുടെ കൂടെ ഒരു റൈഡ് ഉണ്ട്. ആരെന്ന് കാണിച്ചോ? സേ ഹായ്, സേ ഹായ് ടു മൈ വ്ലോഗ്. ഇവൻ ഞങ്ങളുടെ ഒപ്പം കസോളിക്ക് വരികയാണ്. ഞാൻ ഡ്രൈവർ ചേട്ടന് വേറെ ആരുടെ അടുത്തോ കൊടുക്കാണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒപ്പം വണ്ടിയിൽ ഇവൻ ഫ്രണ്ടിലുണ്ട്. അന്നയല്ല കാണിക്കുന്നത്. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമൽ ബുള്ളു ഷോൾസ് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ മെറ്റീരിയൽ നോക്കുകയാണ് അനിയത്തിമാർക്ക് വേണ്ടിയിട്ട്. മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ മേടിക്കാം. ഷോളൊക്കെ കൊള്ളാടാ. അവിടെ നോക്ക്, തൊട്ട് നോക്കൂ. പശ്മീന മെറ്റീരിയലിന്റെ ചുരിദാർ മെറ്റീരിയലാണ്. 3000 ആണ്. बजट लेडी चल रही है. ये आपको ऐसे 4000 का लेकिन लेस हो गया है ना दीदी. कपड़ा टच करके देखना. ये इसका पूरा आएगा. ये आपको इसमें स्टोन्स आएगा दीदी, वर्क वाला ही. ये इस टाइप का आएगा. कलर्स हमें मिलेंगे. ये समर एंड विंटर यूज रहेगा दीदी. इसमें पैंट सब कुछ आएगा इसी में दीदी. पैंट भी आएगा, फ्रंट भी आएगा. ये स्टोन्स आएगा. पैंट प्लेन है. हाँ, पैंट्स प्लेन आएगा. ये डिजाइन वाला आएगा नीचे से. കളർ കൊള്ളാല്ലേ? പക്ഷെ ബഡ്ജറ്റ് എത്രയോ പൊട്ടിക്കുന്നു. 3 പീസല്ല. 3 കളറൊക്കെ ഉണ്ട്. കളർ രസമുണ്ട് ആക്ച്വലി. ഐ തിങ്ക് ഇത് 3 എടുത്താലോ? പക്ഷെ ഇത് ഒന്ന് മാത്രം ഡിഫറെന്റ് കളർ പോകും. ആമാ, 1 എടുത്താ 3 എടുക്കണം. ഓൾറെഡി ഷോൾ ആഡ് सेम है. 3 पीस. ये 2 हो गया. इसमें आपको नहीं कलर्स हमें मिलेंगे. अब चॉइस आपका है. देखिए ഇങ്ങനത്തെ ഷോൾ എടുക്കണോ ഇല്ല മെറ്റീരിയലേ പെട്ടെന്ന് എനിക്കിത് ഇവിടെ ഇല്ലാട്ടി നമുക്ക് ഷോപ്പ് എടുക്കണം. हाँ जी सर जी. ഇത് അവർ യൂസ് യൂസ് ചെയ്യില്ല. ओके 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 ओके. अरे इस तरफ का शॉल नहीं चाहिए. वो मेरे कजिन सिस्टर्स है ना, वो नहीं यूज करना है. ये सबसे बेस्ट वर्क करता है. आयरन डेफिशिएंसी एनीमिया आ जाता है हमारे मदर सिस्टर्स में, जैसे कि PMS, PCOD या इरेगुलर पीरियड्स या हार्मोनल साइकिल में इम्बैलेंस रहता है, उसके लिए बेस्ट वर्क करता है. हाँ,
और इसमें 84 प्लस मिनरल्स पाए जाते हैं और फुलविक एसिड पाया जाता है 60%, जो कि बाकी किसी प्रोडक्ट में नहीं रहता है। क्योंकि ये हमारा, इसलिए बता रहा हूँ कि ये हमारे शॉप का किंग प्रोडक्ट रहता है, जो भी आता है यहाँ से लेके जाता है। कैसे कंज्यूम करते हैं? ये डिपेंड अपॉन वेट पे होता है मैम। अगर आपका वेट बॉडी में ज़्यादा है, आपको वेट कम करना है, तो आप सुबह एम्प्टी स्टमक पानी के साथ ले सकते हैं। ये छोटा सा दाना लेना होता है, ये इतना सा। अगर आप डायरेक्ट इसको कंज्यूम करोगे तो ये कड़वा आता है, लेकिन अगर दूध या पानी के साथ इसका कंज्यूम होगा तो इसका कोई टेस्ट नहीं होता है, ये टेस्ट लेस। बॉईल करना है? हाँ, बॉईल नहीं करना है मैम, जैसे डायरेक्ट डालना है? हाँ, गुनगुना गर्म पानी होना चाहिए, गुनगुना, ज़्यादा गर्म भी नहीं, ज़्यादा ठंडा भी नहीं। उसमें डाल के ये खुद उबलता है। सौंप से या स्पून से इसको सौंप करके फिर ये खुद घुलता है मैम। या आपकी बॉडी में, बाकी इस पे लिखा है सारा। ആപ്പിൾ സൈഡർ വിനേഗർ. അപ്പോൾ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? इसका आप टेस्ट करोगे, इधर का किनोरी पिस्ता, किनोरी पिस्ता, ये थोड़ा सा सॉल्ट इसमें कम रहता है, ये टेस्ट भी अच्छा रहता है। ये कश्मीर का सबसे बेस्ट बादाम है, मामरा। ടേസ്റ്റ് വ്യത്യാസമുണ്ട്. डिफरेंट आपको टेस्ट लगेगा। ये भी बादाम है, इसका भी आप टेस्ट करो खुद। यो दोनों डिफरेंट है? डिफरेंट। क्या डिफरेंस है इसमें? ऑयल, ऑयल ऑयल इसमें कम रहता है, इसमें कम, इसमें ज्यादा. इसमें से टेस्ट आप करो, आपको पता चलेगा। സ്മൂത്തറാ இருக்கு. കുറച്ചും കൂടെ ഹാർഡ് ആയിട്ടുണ്ട് ഇത്. ये हार्ड भी रहता है, वो च्युइंगम जैसा चिपचिपा सा। ये फर्क रहता है ना, ये बादाम आपको कई बार नहीं मिलता। ഇതുപോലത്തെ ഒന്നിനെ മേടിച്ചാലോ? വാങ്ങിരോ? എന്നിട്ട് ആരും നോക്കും? ആ 10 ഗ്രാം. അന്നെ തന്നെ ഒരാൾ നോക്കാൻ വേണം, അപ്പോഴല്ലേ? ആ ചേട്ടൻ എവിടെ? 12 നമ്മൾ മണാലിയിൽ നിന്ന് ഇപ്പോൾ കസോൾ എത്തിയിട്ട് നമ്മളിവിടെ നമ്മുടെ സ്റ്റേയുടെ ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. സ്റ്റേ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം നിന്നത് ഒരു പ്യുവർ കംപ്ലീറ്റ് റിസോർട്ടാണ്. ഇതും റിസോർട്ടാണ്, പക്ഷെ കുറച്ചും കൂടെ ട്രഡീഷണൽ ആൻഡ് ലിറ്റിൽ മോർ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസാണ്. സോ ദേ ഹാവ് ഇങ്ങനത്തെ ടെൻസിൻ്റെ ഓപ്ഷൻസും, ടെൻ്റല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് കോട്ടേജസ് പോലെ. ആൻഡ് ദേ ഹാവ് ലൈക്ക് എ കോമൺ ഏരിയ. ഇത് നൈറ്റ് കാണിച്ചു തരാം. നൈറ്റ് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇത് ഇവിടുത്തെ ഒരു വിസിറ്ററാണ്. വിസിറ്റർ എൻ്റെ മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. നമുക്കിവിടെ 2 പട്ടിയുണ്ട്. 1 small boy and we have bigger one. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. அமைதியா இருக்கு. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ട് മുമ്പ് ചെക്ക് ഇൻ ചെയ്ത 2 പേര് ആക്ച്വലി മലയാളീസാണ്. ഒരാൾ പാലക്കാട്, ഒരാൾ ട്രിവാൻഡ്രം. ഐ തിങ്ക് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് അവരും. നമ്മുടെ റൂം കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പ്. ഇവിടെ കുറേ എണ്ണം ഉണ്ട്. ഇതിനകത്ത് 202. ദാറ്റ്സ് ദിസ് വൺ ഈസ് ആർ റൂം. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഐ തിങ്ക് പുഴയാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയില്ല. റൂം ഞാൻ കാണിച്ചു തരാം. ഇതിന് മുമ്പ് കംപ്ലീറ്റ്ലി എസ്തെറ്റിക്. ആക്ച്വലി ഇവിടെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്പോട്ടുണ്ട്, പക്ഷെ എപ്പോഴും നടക്കാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് എത്തുമ്പോൾ ഫോട്ടോ എടുക്കാൻ മറന്നു പോകും. ഇതേ കണ്ടോ, ഇതൊക്കെ നൈസല്ലേ? അതുപോലെ ഫോട്ടോ എടുത്താൽ ഓക്കെ. ഇവിടെ നിന്നുള്ള വ്യൂ ഇറ്റ്സ് നൈസ്. ആക്ച്വലി ഇവിടുന്ന് നമുക്ക് അവിടെ കിട്ടിയതാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ബട്ട് നോട്ട് ഷുവർ. ഐ തിങ്ക്
അവിടെ കൊടുക്കും. ബട്ട് അവിടെയൊക്കെ കുറേ സ്പേസ് ഒക്കെ കണ്ടിരിക്കാൻ. സോ ദിസ് ഈസ് ദ വ്യൂ. കൊള്ളാം, അടിപൊളിയാണ്. ഐ തിങ്ക് ബാക്കിയുള്ളത് ഇനി വൈകിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആ സമയത്തൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം ഇവിടെ കുറേ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇനി ഇതാകുമ്പോൾ നല്ല രസമായിരിക്കും. സോ ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഞാൻ റൂം കാണിച്ചു തരാം. அங்கே போயிடல. ஆமாம், അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. കണ്ടു ஒர்க் அவுட் பண்ணு ஹனிமூனுக்கு வந்துட்டு. അതിനത് ഹണിമൂണാന്ന് ആരാ പറഞ്ഞു? ஃபுல்லாக உட்காந்து ஆக்டிவிட்டீஸ் பண்ணிட்டு இருக்கோம், ட்ரெக்கிங் பண்ணிட்டு இருக்கோம், ஆஃப் ரோட். ரூம், திஸ் இஸ் ஆர் ரூம். ലൈറ്റ് ആക്ച്വലി കുറവാണ്. വേറെ ഉണ്ടോ ലൈറ്റ്? அதான் வெயிட் பண்ணேன்னு ஸ்டார்ட் பண்ணிட்டேன். ഓ നൈസ്, കുഴപ്പമില്ല, നൈസാണ്. ഫോണിൽ എടുക്കണ്ടേ? ഫോണിൽ സ്റ്റോറേജ് ഇല്ലേ? ഉണ്ട്. ഫ്രീ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബാത്റൂമും ഇസ് ആക്ച്വലി വളരെ സിമ്പിൾ. ഹെയർ ഡ്രയറൊക്കെ ഉണ്ട്. ഹെയർ ഡ്രയർ മെയിനായിട്ട് ആക്ച്വലി ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുളിച്ചിട്ട് നമുക്ക് മുടി ഉണങ്ങാൻ അങ്ങനെ ഇടാൻ പറ്റില്ല. പെട്ടെന്ന് ഉണക്കിയില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഹെയർ ഡ്രയർ, ഞാനാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുക അത്രയ്ക്ക് സീൻ ഉണ്ടാവില്ല എന്ന്. പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ ഫുൾ പൊടിയാണ്. അതായത് ഇന്നലെയൊക്കെ കുറേ ഓഫ് റോഡായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് പൊടിയടിച്ചിട്ട് കുളിക്കാതിരിക്കാൻ പറ്റില്ല, തലയും കുളിക്കണം. സോ നമുക്കത് അത്യാവശ്യമാണ്. സോ യാ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ റൂമിൽ എത്തി. ഇനിയിപ്പോൾ ഐ തിങ്ക് ഇന്നത്തേക്ക് കറക്റ്റ് പ്ലാനൊന്നും ഉണ്ടാവില്ല. ഇന്ന് വേറെ പ്ലാനൊന്നും ഇല്ലല്ലോടാ. ഇന്ന് നമ്മൾ ഇവിടെ ഈവനിങ് ചില്ല് ചെയ്യും. അപ്പം ചില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കി കാണിക്കാം. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കണം. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജും ഫുള്ളായി. ഇനി അതും കുറച്ച് കാലിയാക്കണം. സോ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സന്ധിക്കും വരെ ബൈ. നമ്മൾ വിശന്നപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു. രാത്രി ഞങ്ങൾക്ക് ബഫേ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇനി പോയി കഴിക്കട്ടെ. അയ്യോ, ഞാൻ പ്രാന്തിയെ പോലെ ഉണ്ട് കാണാൻ.